ദീർഘകാലമായി ഇഴഞ്ഞു നീങ്ങുന്ന ഇടപ്പള്ളി-ഏരൂർ മേൽപ്പാലം പദ്ധതിക്ക് വേഗത കൈവരിക്കാൻ നിർണായക നീക്കവുമായി ദേശീയപാത അതോറിറ്റി രംഗത്ത്. പദ്ധതിയുടെ വിശദാംശ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം HEC മേൽപ്പാലത്തിന്റെ രൂപരേഖ ഉൾപ്പെടുന്ന ഒരു അലൈൻമെന്റ് റിപ്പോർട്ട് നേരത്തെ NHAIക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ പാലാരിവട്ടത്ത് നിർദ്ദിഷ്ട ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കാക്കനാട് മെട്രോ ലൈനിന്റെ വടക്ക് കണക്കിലെടുക്കാത്തതിനാൽ റിപ്പോർട്ട് പരിഷ്കരിക്കാൻ NHAI നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് HEC പുതുക്കിയ അലൈൻമെന്റ് റിപ്പോർട്ട് അടുത്തിടെ കൊച്ചിയിലെ NHAI ഓഫീസിൽ സമർപ്പിക്കുകയും പുതുക്കിയ DPR തയ്യാറാക്കാൻ അതേ സ്ഥാപനത്തെ തന്നെ നിയോഗിക്കുകയുമായിരുന്നു. പൊതു ടെൻഡർ വിളിച്ച ശേഷമാണ് DPR തയ്യാറാക്കാനുള്ള ചുമതല HECയെ ഏൽപ്പിച്ചതെന്നും അവർ പ്രവർത്തനം തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പാലാരിവട്ടം മെട്രോ ലൈനിനും കുണ്ടന്നൂരിലെ NH 544 ബൈപ്പാസ് റോഡും മേൽപ്പാലവുമായി ബന്ധിപ്പിക്കുന്നതിലെ രൂപകൽപ്പന സംബന്ധിച്ച സങ്കീർണതകൾ കാരണം മാസങ്ങളോളം പദ്ധതി വൈകിയിരുന്നു. എങ്കിലും DPR തയ്യാറാക്കാൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും എന്നതാണ് വിവരം. വൈറ്റ്ല കുണ്ടന്നൂർ ജംഗ്ഷനുകളിലെ നിലവിലുള്ള ഫ്ലൈ ഓവറുകൾക്ക് സമാന്തരമായി പുതിയ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ NHAI നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ കൊച്ചി ബൈപ്പാസ്, വെല്ലിംഗ്ടൺ ദ്വീപിലേക്കുള്ള NH 966B, ഇടപ്പള്ളി-ഏരൂർ മേൽപ്പാലം, തേനി കൊച്ചി ദേശീയപാത എന്നിവയെല്ലാം സംഗമിക്കുന്ന നെട്ടൂരിൽ ഒരു ക്ലോവർ ലീഫ് ഫ്ലൈ ഓവർ പരിഗണനയിലാണുള്ളത്. നെട്ടൂരിൽ നിന്ന് വെല്ലിംഗ്ടൺ ദ്വീപിലേക്കുള്ള NH 966Bയുടെ അലൈൻമെന്റ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ എതിർപ്പ് മൂലം ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇത് NH 966B പദ്ധതിയെയും അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, ഇടപ്പള്ളി-ഏരൂർ മേൽപ്പാല പദ്ധതികളുടെ അന്തിമ രൂപീകരണത്തെയും ബാധിക്കുകയാണ്. NH 66ന്റെ മറ്റു ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കെ വിവിധ സ്ഥലങ്ങളിലെ രൂപരേഖാ പ്രശ്നം കാരണം ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നതിലുണ്ടാകുന്ന അനിശ്ചിതകാല കാലതാമസം നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമായേക്കാം. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാതയുടെ ഇടപ്പള്ളി-ഏരൂർ ഭാഗം ഒഴികെ എല്ലാ ഘട്ടങ്ങളും ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും എന്നതാണ് പ്രതീക്ഷ.